സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് ശ്രീ ജയസൂര്യനാണ്, അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സർ, നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അതായത് BJP ഇനി വരുന്ന 10 വർഷം കൂടെ ഇന്ത്യ ഭരിക്കും എന്ന രീതിയിലൊരു പ്രവചനം വന്നിട്ടുണ്ട്. അത് വെറും പ്രവചനമല്ല. ഇപ്പോൾ താങ്കളെപ്പോലെ ഒരു BJP വക്താവിനോട് അത് ചോദിക്കുമ്പോൾ വെറും പ്രവചനമല്ല എന്ന് താങ്കൾ പറയും. പക്ഷേ സാധാരണക്കാരെ ഞങ്ങളെപ്പോലുള്ളവർ ഒരു വേള അത് തന്നെ സമ്മതിക്കും. കാരണം നമ്മുടെ മഹാരാജ്യം ഇന്ന് അങ്ങനെയാണ്, നമ്മുടെ സാധാരണക്കാരൻ്റെ മുന്നിൽ നമ്മുടെ രാജ്യം ഇന്ന് അങ്ങനെയാണ്. സാർ, എന്താണ് സാർ ആ പ്രവചനം എന്താണെന്നുള്ളത് വഴിയേ പറഞ്ഞാൽ മതി. അടുത്ത 10 വർഷവും ഇന്ത്യ ഭരിക്കുന്നത് BJP ആയിരിക്കും എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സാങ്കത്യമില്ല, താങ്കൾക്കുമില്ല. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയണം. അദ്ദേഹം പറഞ്ഞത് 20 വർഷം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. 10 വർഷമല്ല, 20 വർഷം. അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പറയാൻ പല കാരണങ്ങളും. അതെ അതെ, പറയാൻ പല കാരണങ്ങളുമുണ്ട്. 65 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റുകളെയും ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഭരിച്ച CPM 35 വർഷം പശ്ചിമ ബംഗാളിൽ ഭരിച്ചു, 25 വർഷം ത്രിപുരയിൽ ഭരിച്ചു. ഇപ്പൊ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. അതിന് മുമ്പ് ഏതാണ്ട് 10-30 വർഷം വേറെയും ഭരിച്ചു. അപ്പൊ ദീർഘകാലം ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമൊന്നുമല്ല. അതങ്ങനെ തന്നെയാണ്. അതിന് പല അടിസ്ഥാനപരമായ കാരണങ്ങളുമുണ്ട്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം പിരിച്ചുവിടണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ അത് പിരിച്ചുവിടുന്നില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത് ജവഹർലാൽ നെഹ്റു. അതോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം എന്നുള്ള പേര് അവർ ഉപയോഗിച്ചു, ഗാന്ധിജി എന്നുള്ള പേര് ഉപയോഗിച്ചു. നെഹ്റു ഫാമിലിയിലെ സന്തതി പരമ്പരകൾക്കെല്ലാം ഗാന്ധിജി എന്ന പേരിട്ടു. അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു പരമ്പരയിലൂടെയാണ് ദേശീയ വികാരത്തെ ചൂഷണം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 65 കൊല്ലം ഇന്ത്യ ഭരിച്ചു. എന്നാൽ BJP ആ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നില്ല എങ്കിൽ പോലും BJPക്ക് ഭാരതത്തിൻ്റെതായ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും ഭാരതീയമായ വികസനം ലോകത്തിന്റെ നിലവാരത്തിനൊപ്പം എത്തിക്കാനും ഒരു 47 ആകുമ്പോഴത്തേക്ക് ഒരു വികസിത രാജ്യമായി ലോകത്തെ നമ്പർ 1 എന്ന നിലയിലെത്താനും ദീർഘമായ കാഴ്ചപ്പാടാണ്. മാത്രമല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം ഇതൊന്നും അല്ല BJP ചെയ്യുന്നത്, വികസന രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ BJPയെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ജാതിയുടെയും മതത്തിന്റെയും പിൻബലത്തിലല്ല BJP അധികാരത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP എന്നുള്ളത് ഒരു കേഡർ ബേസ്ഡ് മാസ് പാർട്ടിയാണ്. നമ്മൾ കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും DMKയും ഒക്കെ കാണുമ്പോൾ, മാസ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ കാണുമ്പോൾ, ഇത് രണ്ടും ചേർന്നതാണ് BJPക്ക് ഒരു കേഡർ സിസ്റ്റം ഉണ്ട്, ഒപ്പം തന്നെ മാസ് സപ്പോർട്ടും ഉണ്ട്. അപ്പൊ കേഡർ ബേസ്ഡ് മാസ് പാർട്ടി എന്നുള്ളതാണ് BJPയുടെ ശരിക്കുമുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ BJPയെ വേരോടെ പിഴുതെറിഞ്ഞ് കളയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും, അത് അങ്ങ് ലഡാക്ക് മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും നേരിട്ട് കാണാൻ പറ്റും. അവിടെയൊക്കെ BJPയുടെ ഒരു കൊടിയുണ്ടാവും, BJPയുടേതായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. പക്ഷെ ഇതുപോലൊരു പാർട്ടി വേറെ ഇല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന് ഓരോ ഗ്രാമാന്തരങ്ങളിലും വേരുകളുണ്ട്, പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനുകൾ, ലക്ഷ്യങ്ങൾ, ഇതൊക്കെയുണ്ട്. അതെല്ലാം BJPക്ക് ശക്തി പകരുന്ന സംവിധാനങ്ങളാണ്. ഇതൊന്നും കോൺഗ്രസ് പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ കാണാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ വളർന്ന് അടിത്തറയിട്ട് വികസിച്ച് പടിപടിയായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ വന്നത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും അവസാനം പശ്ചിമ ബംഗാൾ 15 വർഷക്കാലം നിരന്തരമായി പ്രവർത്തിച്ചു. കേരളത്തിലാണെങ്കിൽ
ഒരു MP ഉണ്ടാക്കാൻ വേണ്ടി ആ MP അവിടെ ജയിച്ചു വന്ന നമ്മുടെയൊക്കെ മണ്ഡലങ്ങൾ നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP എന്ന് പറയുന്ന പാർട്ടി അടുത്ത 20 കൊല്ലം കൂടി ഇന്ത്യ ഭരിക്കും എന്ന് പറയാൻ ഒരു പ്രവചനത്തിന്റെ ആവശ്യമില്ല. ആ പ്രവചനത്തിന്റെ ആവശ്യം പ്രവചനത്തെക്കാൾ ഉപരി അത് പ്രവർത്തനം. അപ്പോൾ ആ നിരന്തരമായ പ്രവർത്തനം, തലമുറകളിലൂടെയുള്ള പ്രവർത്തനം, കൃത്യമായ ആക്ഷൻ പ്ലാൻ, അതിനേക്കാളെല്ലാം ഉപരി അതിന് ഒരു വലിയ ആദർശമുണ്ട്. മറ്റേത് പാർട്ടിക്ക് ആദർശമുള്ളത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം ഇല്ലാതായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ആദർശമില്ല എന്നുള്ളത് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി തീർന്നുപോയി. പ്രാദേശിക പാർട്ടികളൊക്കെ കുടുംബ പാർട്ടികൾ മാത്രമാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കുടുംബ പാർട്ടികളാണ്, അത് നമുക്കറിയാം. ഇപ്പൊ നെഹ്റു കുടുംബം എന്ന് പറയുന്ന ഹൈക്കമാൻഡ് ഫാമിലി ഇല്ല എങ്കിൽ അതിനെ ഗാന്ധി എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ആ ഹൈക്കമാൻഡ് ഫാമിലി ഇല്ല എങ്കിൽ കോൺഗ്രസ് ഇല്ല. കണ്ണൂർ ജില്ലയിലെ നമ്പ്യാർ കുടുംബങ്ങൾ ഇല്ല എങ്കിൽ കമ്മ്യൂണിസം ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും പറയാറില്ലെന്നേ ഉള്ളൂ. അപ്പോ നമ്പ്യാര് കമ്മ്യൂണിസ്റ്റും ഗാന്ധി കോൺഗ്രസും, ഗാന്ധി അല്ല നെഹ്റുവാണ് കോൺഗ്രസും. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾ വരുമ്പോൾ ഇവിടെ DMK ആണെങ്കിലും AIADMK ആണെങ്കിലും അതല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ തൃണമൂൽ കോൺഗ്രസ്, ആ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ കുടുംബ പാർട്ടി, ലാലു പ്രസാദിന്റെ കുടുംബ പാർട്ടി, മുലായം യാദവിന്റെ കുടുംബ പാർട്ടി, കാശ്മീരിൽ എത്തുമ്പോൾ മുഫ്തി മുഹമ്മദിന്റെ കുടുംബ പാർട്ടി, എല്ലാം കുടുംബ പാർട്ടികളാണ്, ഫാമിലി പാർട്ടികളാണ്. അപ്പൊ ഡൈനാസ്റ്റി സിസ്റ്റം അതേപടി പിന്തുടരുന്ന പാർട്ടി ജനാധിപത്യപരമായി അധികകാലം നിലനിൽക്കില്ല, കാരണം ആദർശപരമായ പിൻബലമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും തൊട്ടു തീണ്ടാത്ത പാർട്ടിയാണ് BJP കുടുംബ പാർട്ടിയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വൈകാരിക പാർട്ടിയല്ല. ഇപ്പൊ തമിഴ് വികാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദ്രാവിഡ വികാരത്തിന്റെ പേരിലോ ഉണ്ടാക്കിയ പാർട്ടിയല്ല. ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി എത്ര കാലം തുടരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം അത് 20 വർഷം എന്ന് പറഞ്ഞെങ്കിൽ അത്രയും ശരിയാണ്, അദ്ദേഹം പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ 20 വർഷം കൂടി കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? 20 വർഷം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ ലോകത്തെ 1ാമത്തെ രാഷ്ട്രമായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ടോ എന്ന് അവർ വീണ്ടും ചിന്തിക്കും. 65 കൊല്ലം കോൺഗ്രസിന് ഭരിക്കാമെങ്കിൽ എന്തുകൊണ്ട് 65 കൊല്ലം BJPക്ക് ഭരിച്ചുകൂടാ എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ടായാൽ ജനങ്ങൾ കൊടുക്കുന്ന ഭൂരിപക്ഷം കൃത്യമായിട്ട് BJP മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ പ്രദീപ് ഗുപ്ത എന്ന് പറയുന്ന ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ആളാണ്, അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അത് തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്നതിൻ്റെ കാരണം തമിഴ്നാട്ടിലെ വിജയ് ഒറ്റക്കക്ഷിയായി തന്നെ ഭരിക്കും എന്ന് പറഞ്ഞതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ്. അത് അവിടെ അത് അങ്ങനെ നിൽക്കട്ടെ, നമുക്കങ്ങനെ ഒരു അതുകൊണ്ട് സംഭവിക്കും എന്ന് പറയുമ്പോഴും സാർ പറഞ്ഞ ഈ കാരണങ്ങൾ ഒരു വളരെ അടിസ്ഥാനമായിട്ടുള്ള വളരെ ശരിയായ കുറേ കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അവിടെ ഇന്ന് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ വളരെ ഇപ്പോഴുള്ള സമകാലികമായ ഒരു അവസ്ഥയിലേക്ക് BJP എത്തിക്കുന്നതിന് മുമ്പ് നീണ്ട കാലം ഇവിടെ ഭരിച്ചത് കോൺഗ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ തിക്താനുഭവം നമ്മൾ ഒരുപാട് അനുഭവിച്ചതല്ലേ, അത് നമ്മുടെ ഈ മഹാരാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ പതിയെ ആണെങ്കിലും ഒരു നല്ല തുടക്കമിട്ടത്. അവർ വരുത്തിവെച്ച മഹാനാശത്തിൻ്റെ ബാക്കി പത്രമല്ലേ നാം ഈ അനുഭവിച്ച് വന്നതൊക്കെ തന്നെ. തീർച്ചയായിട്ടും അത് ശരിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ശരിയുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 35 കൊല്ലം ഭരിച്ചു എന്ന് പറയുമ്പോൾ ജ്യോതി ബാസു 35-ൽ 30 കൊല്ലം ഭരിച്ചത് ജ്യോതി ബാസു. ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ EMS 2 തവണ ഭരിച്ചു, നായനാർ 2 തവണ ഭരിച്ചു, പിണറായി വിജയൻ 2 തവണ ഭരിച്ചു. ഇല്ല സാർ, നയനാർ 3 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അതെ, 3 തവണ മുഖ്യമന്ത്രിയായി. ശരിയാ. അങ്ങനെ നോക്കുമ്പോ ഇവരൊക്കെ വരേണ്യവർഗത്തിന്റെ ആ തുടർച്ച ഉറപ്പുവരുത്തി ഭരിച്ച പാർട്ടികൾ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുകയാണെങ്കിൽ 2 തവണ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടി, 2 ബ്രാഹ്മണർക്ക് കൊടുത്തു. 1 തവണ ലോക്സഭാ സ്പീക്കർ സ്ഥാനം കിട്ടി, അത് ബ്രാഹ്മണന് കൊടുത്തു. കഴിഞ്ഞ 100 വർഷത്തെ പോളിറ്റ് ബ്യൂറോയുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ 98% ബ്രാഹ്മണരും മുന്നോക്കക്കാരുമാണ്. 26 തവണ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. അതിൽ 26-ൽ 24 തവണയും അത് സവർണ മേധാവിക്കും ബ്രാഹ്മണനും കൊടുത്തു. അപ്പോ ബ്രാഹ്മണാധിപത്യ പാർട്ടി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസിനെ പറ്റി പറയാൻ ഒന്നുമില്ല. നെഹ്റുവിന്റെ കാലം മുതൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെ പാർട്ടി അവരുടെ കസ്റ്റഡിയിലാണ്. പാർട്ടി അധികാരമുള്ളപ്പോഴൊക്കെ ഗവൺമെന്റും അവരുടെ കസ്റ്റഡിയിലാണ്. ഇത് ഒരു ശരിയായ രീതിയല്ല എന്ന്
അറിയുന്ന ജനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി പോലെ ഒരു ജനതാ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കുടുംബമല്ല, അല്ലെങ്കിൽ ലാൽകൃഷ്ണ അദ്വാനിയുടേതല്ല. ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരികയാണ്. അത് ജാതി വ്യത്യാസം ഇല്ലാതെ, മതവ്യത്യാസം ഇല്ലാതെ വരികയാണ്. ഇതിന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഹിന്ദു വർഗീയ സവർണ ഫാസിസ്റ്റ് പാർട്ടി എന്നൊക്കെ ബി ജെ പിയെ വിളിക്കുമ്പോൾ ഞാൻ പറയും ബി ജെ പി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്ന് പറയും. നമ്മളിത് ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ട്. ക്രിസ്ത്യൻ പാർട്ടി എന്ന് കേൾക്കുമ്പോഴേ കേരള കോൺഗ്രസ്, മാണി, ജോസഫ്, ജേക്കബ് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടികളും എല്ലാം അടക്കം ഇന്ത്യ മുഴുവൻ ആഞ്ഞ് പരിശോധിച്ചാൽ ആകെ ക്രിസ്ത്യൻ MLA-മാരുടെ എണ്ണം 34. എന്നാൽ ബി ജെ പിയും അതിന്റെ സഖ്യകക്ഷികളും കൂടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 234 ക്രിസ്ത്യൻ MLA-മാര് ബി ജെ പിയോടൊപ്പം ഉണ്ട്. എന്ന് മാത്രമല്ല 42 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ ബി ജെ പിയിലുണ്ട്, ക്രിസ്ത്യൻ സംസ്ഥാന മന്ത്രിമാർ. അതുപോലെ തന്നെ 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ബി ജെ പി സഖ്യത്തിലാണ് ഭരിക്കുന്നത്. അപ്പോൾ 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരും 42 സംസ്ഥാന ക്രിസ്ത്യൻ മന്ത്രിമാരും 234 MLA-മാരെയും ഉണ്ടാക്കാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കിയെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ്? അത് ബി ജെ പി ആണ്. ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടൊന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുഴപ്പമുണ്ട്, അത് പൊളിഞ്ഞു പോകും. ഇത് സ്വാഭാവികമായിട്ടുള്ള ഓർഗാനിക് ഗ്രോത്ത് ആണ് എന്ന് കൂടി അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രമാത്രം അടിത്തറയുള്ള പാർട്ടിയാണ് ബി ജെ പി. മാത്രമല്ല, ദളിതരുണ്ട്, ആദിവാസികളുണ്ട്, പിന്നോക്കക്കാരുണ്ട്, OBC ഉണ്ട്, ന്യൂനപക്ഷമുണ്ട്, ഭൂരിപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പിഞ്ചി പോകുന്നതല്ല. അതൊക്കെയാണ് ബി ജെ പി മുന്നോട്ട് ഭരിക്കും അടുത്ത 20 കൊല്ലം എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്. എന്നാൽ ഇത് എന്നോട് ചോദിക്കാൻ അടുത്ത എത്ര കൊല്ലം ഭരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും ഒരു 50 കൊല്ലം ഭരിക്കും. 50 കൊല്ലം ഭരിക്കും. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. കുറെ കാലം കഴിയുമ്പോൾ ഇന്ത്യയില് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോ ബി ജെ പി സ്വന്തമായിട്ടൊരു പ്രതിപക്ഷ പാർട്ടിയും കൂടെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നും വരും. അപ്പൊ പറയുമ്പോ ഒരു തമാശയായിട്ട് വിമർശിക്കാനായിട്ടാണോ? വിമർശനത്തിന് വേണ്ടിയാണോ? അതെ അതെ, സ്വയം വിമർശനത്തിന് വേണ്ടി പാർലമെന്റിലോ നിയമസഭകളിലോ ബി ജെ പിയുടെ കുറച്ചു പേര്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പശ്ചിമ ബംഗാളില് 4-ൽ 3 ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടി. ഇത് 4-ൽ 3 അല്ല 5-ൽ 4 ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടി. ബി ജെ പി പറയും ഒരു കാര്യം ചെയ്യും, ഒരു 4-1 പേര് പ്രതിപക്ഷമായിട്ട് നിന്നു, എന്നിട്ട് ഈ ഗവൺമെന്റിനെ നമ്മൾ തന്നെ വിമർശിക്കണം എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ടും ഭരണപക്ഷമായിട്ടും ബി ജെ പിക്ക് ഭരിക്കേണ്ട ഒരവസ്ഥ വരും. അത് വേറൊരു പാർട്ടിക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ? ജനങ്ങളിലേക്ക് അത്രമാത്രം ഇറങ്ങിച്ചെന്ന് ജനകീയമായ വിഷയങ്ങളെ, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അതിന്റെ കേഡർ സിസ്റ്റം ഉറപ്പിച്ച് വീടാന്തരം അതിന്റെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന വലിയൊരു നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഏതായാലും പുറമെ അറിയാത്ത വിധത്തിൽ 5 തരത്തിലുള്ള വലിയ സാമൂഹിക മുന്നേറ്റത്തിന് ബി ജെ പി ഒരുങ്ങുന്നുണ്ട്. സാർ, അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ് സാർ. ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടുകയാണ്. അതായത് സാർ, എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ 50 വർഷത്തിലധികം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയെ അവരുടെ ഭൂതകാലം അവരെ ഇപ്പോഴും വേട്ടയാടുന്നു എന്ന് തന്നെയല്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. തീർക്കാറായി. കാരണം അവർ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? അവര് ഗാന്ധി എന്ന പേര്, നെഹ്റു എന്ന പേര്, ഫാമിലി സിസ്റ്റം, ഡൈനാസ്റ്റി പൊളിറ്റിക്സ്, ഇത് മാത്രമാണ് കൊണ്ടുവന്നത്. ഡെവലപ്മെന്റ് ഇല്ല. അതുപോലെ ഓരോ ജനങ്ങളെയും അവർ ഒരേപോലെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ അടിമയായിട്ട് ഭരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ കൊടുത്താൽ മാത്രം പോരാ, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് പറയുന്ന സെക്രട്ടറിമാരെ കൊടുക്കണം. IAS-കാരൊക്കെ മുസ്ലിങ്ങളായിരിക്കണം. അതിലിപ്പോ ഒരു മുസ്ലിമിന് യോഗ്യതയുണ്ടോ ഇല്ലയോ, സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നുള്ള അന്വേഷണം വന്നു. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയൊക്കെയുള്ള അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള വർഗീയ പ്രീണനം, ആ പ്രീണനം ശരിക്കും ഗുണം ചെയ്യുന്നത് ബി ജെ പിക്കാണ്. കാരണം ഈ പ്രീണനം കൊണ്ടും ന്യൂനപക്ഷപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അമിത താല്പര്യം കൊണ്ടും വൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന ഭൂരിപക്ഷം ബി ജെ പിയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും
മുസ്ലിം ലീഗ് ഇല്ലാതെ പറ്റില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഫാമിലി പാർലമെന്റിൽ എത്തുകയില്ല. അതായത് വയനാട് നിന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മാറി മാറി ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണം. അപ്പൊ മുസ്ലിം ലീഗിന്റെ തലവറയിലാണ് കോൺഗ്രസ് പാർട്ടി. ഇതൊക്കെ വരുമ്പോ അതിന്റെ ഗുണം കിട്ടുക സ്വാഭാവികമായിട്ടും BJPക്ക് ആയിരിക്കും. എന്നാൽ ഈ ഒരു നയം മാറ്റാൻ കോൺഗ്രസിന് അറിയില്ല, അറിയാമെങ്കിൽ പോലും കെൽപ്പില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ BJP നയിക്കുന്ന ഒരു മുന്നണിയും തമ്മിലായിരിക്കും ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റുമുട്ടലുകൾ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിചാരിക്കാം. നന്ദി. താങ്ക് യു സാർ.